ഇവരെ ഇതിന് പാകപ്പെടുത്തിയ എൻ്റെ അധ്യാപക സുഹൃത്തുക്കളെ ഞാൻ പ്രത്യേകം വളരെ ആദരവോടുകൂടി അഭിവാദ്യം ചെയ്യാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. മക്കളെ, നിങ്ങളേറെ സന്തോഷവാന്മാരാണ്. വിജയിച്ചു, നിങ്ങൾക്കൊരു അംഗീകാരം കിട്ടുന്നു, കോട്ടണിഞ്ഞ് തലയിൽ ശിരസിൽ തൊപ്പിയുമണിഞ്ഞിരിക്കുന്നു, ഒരഭിമാനം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്ന് എനിക്കറിയാം. നിങ്ങളുടെ മുഖം അത് വിളിച്ച് പറയുന്നുണ്ട്. ഈ അഭിമാനം, ഈ സന്തോഷം ഇവിടെ വിട്ടു പോകുന്നതോടുകൂടി അവസാനിക്കാൻ പാടില്ല. നിങ്ങൾ പഠിച്ചു തീരുമ്പോഴേക്ക് ഇത് അവസാനിക്കാൻ പാടില്ല. നിങ്ങൾ ഉയർന്ന് മറ്റു തലങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് അവസാനിക്കരുത്. നമ്മുടെ ജീവിതത്തിലാകമാനം ഈ സന്തോഷവും സംതൃപ്തിയും നിലനിൽക്കണം. അത് നിലനിൽക്കണമെങ്കിൽ നമുക്കുണ്ടായി വിജയം നമുക്ക് തുടരാൻ കഴിയണം. ആ വിജയം തുടരാൻ കഴിയണം. ഇത് ഒടുക്കത്തെ പരീക്ഷയല്ല നിങ്ങളിപ്പോൾ എഴുതിയത്. ഇനിയും പരീക്ഷകൾ വരാനുണ്ട്. ആ പരീക്ഷകളിലൊക്കെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയണം. പല പരീക്ഷകളുമുണ്ട്, എഴുതുന്ന പരീക്ഷയുണ്ട്, അഭിമുഖത്തിലൂടെ പരീക്ഷിക്കുന്ന സന്ദർഭങ്ങളുണ്ട്, നമ്മൾ അറിയാതെ നമ്മളെ പരീക്ഷിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. നമ്മളെ സദാസമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ പ്രാർത്ഥന ചെയ്യുമ്പോൾ പറഞ്ഞില്ലേ, കരുണാനിധിയായ ദൈവം നമ്മളെപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ശിരസിലെ തൊപ്പിയിലെ ഒരു ചെറിയ ചരട് ആടിക്കൊണ്ടിരിക്കുന്നത് പോലും ആ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് അതിൻ്റെ ആട്ടം പോലും. അതുകൊണ്ട് അതൊക്കെ തിരിച്ചറിഞ്ഞുള്ളൊരു ജീവിതം നമുക്കുണ്ടാവേണ്ടതുണ്ട്. ജീവിതമാകുന്ന ഒരു പരീക്ഷയുണ്ട്. ജീവിതം തന്നെ ഒരു പരീക്ഷയാണ്. ജീവിതമാകുന്ന പരീക്ഷയിലെ ആൻസർ പേപ്പർ നിങ്ങളെ കയ്യിലൊന്നും കിട്ടുകയില്ല. ബാപ്പാക്കും ഉമ്മാക്കും കുടുംബങ്ങൾക്കും ഒന്നും കാണാൻ കഴിയില്ല. അത് കിട്ടുന്നൊരു സന്ദർഭം നാളത്തെ ഒരു മരണാനന്തര ജീവിതത്തിൽ മാത്രമാണ് അതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയില്ല. അവിടെയെങ്കിലൊക്കെ നമുക്ക് വിജയിക്കണം. അവിടെ വിജയിക്കണമെങ്കിൽ പഠിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പഠിച്ചത് ജീവിതത്തിൽ ഉണ്ടാവണം. എന്താ പഠിച്ചേ? എന്തൊക്കെ പഠിച്ചു? കണക്ക് കൂട്ടാനും അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാനും മാത്രമല്ല, അതിൻ്റെ ഇടയിലൂടെ നമ്മൾ ചിലത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്വഭാവ ഗുണത്തെക്കുറിച്ച്, സംസ്കാര സമ്പത്തിനെ കുറിച്ച്, ജീവിതാച്ചടക്കത്തിനെ കുറിച്ച്, സമൂഹത്തിന് നൽകേണ്ട ബഹുമാനാദരവുകളെ കുറിച്ച് ഒക്കെ നമ്മൾക്ക് അതിൻ്റെ ഇടയിലൂടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ പരീക്ഷ വിജയിക്കണമെങ്കിൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതാദ്യം തെളിയേണ്ടത് നിങ്ങൾ വീട്ടിനകത്ത് നിന്നാണ്. ഉമ്മ, ഉപ്പ, അച്ഛനമ്മ, അവർക്ക് നൽകേണ്ട ആദരവും ബഹുമാനവും ഞാൻ കൃത്യമായി നൽകുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് കുഞ്ഞുങ്ങൾ ആലോചിക്കണം. ഒരു ദിവസം ഞാൻ നിങ്ങളോട് ഇങ്ങനെ കണ്ണു ചിമ്മിരിക്കാൻ പറയും. ഒറ്റ മിനിറ്റ്, ഒരു സെക്കൻഡ് ഒന്ന് കണ്ണിമ്പിക്കേ, ഒന്നല്ലായിരുന്നു കണ്ണിമ്പിക്കേ. നിങ്ങൾ മാതാപിതാക്കന്മാരെ എപ്പോഴെങ്കിലും കരയിപ്പിച്ചിട്ടുണ്ടോ എന്നൊന്ന് ആലോചിക്കുക. കണ്ണിമ്പിരിക്കുക. മാതാപിതാക്കന്മാരെ ഞാൻ എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ എന്നൊന്ന് ആലോചിക്കുക. ഈ നിമിഷം അഞ്ഞു കണ്ടു തുറന്നോളൂ. എന്തൊക്കെയാണ് തെളിഞ്ഞു വന്നത്? മുമ്പിൽ ഉണ്ട്. വേദനിപ്പിച്ചിട്ടുണ്ട്. അമ്മ കരഞ്ഞ ദിവസമുണ്ട്, അച്ഛൻ പ്രയാസപ്പെട്ട ദിവസമുണ്ട്, ഉമ്മ വേദനയോട് കൊണ്ട് സംസാരിച്ചിട്ടുണ്ട്, ഉപ്പ എന്താ ചെയ്യുക എന്ന് കഷ്ടപ്പാടും വിഷമവും പ്രകടിപ്പിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അല്ലേ? ഉണ്ട്. നമ്മളെ കൊണ്ടാണ് ഉണ്ടായതല്ലേ? അപ്പോൾ അതൊക്കെ ആലോചിക്കാം. നിങ്ങൾ ഒരു ദിവസം ഉമ്മാനെ കരയിപ്പിച്ചു. ആ ദിവസവും ഉമ്മ നിങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു. എന്ത്? ചോറൊക്കെ പാത്രത്തിലാക്കി ബാഗിൽ വെച്ചു, നിങ്ങളെ കയ്യിൽ തന്നു. മഴ പെയ്യുന്നതുകൊണ്ട് കുട തുറന്നു, നിങ്ങൾ കയ്യിൽ തന്നു. കുടയും ചൂടി മോളിങ്ങനെ പോകുന്നത് ഉമ്മ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു, അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ നോക്കി ആ വഴി റോഡിൻ്റെ മറുകരയ്ക്ക് ഇങ്ങനെ വലത്തോട്ട് അല്ലെങ്കിൽ ഇടത്തോട്ട് ഇങ്ങനെ തിരിയുന്നവരെ നിങ്ങളിങ്ങനെ നോക്കി നിന്നു, ഒരു നിഴല് പോലെ ഇങ്ങനെ മായുന്നത്. നിങ്ങളന്ന് ഉമ്മാനെ കരയിപ്പിച്ചു. എന്നിട്ട് ഉമ്മ ഇങ്ങനെ നോക്കി നിന്നു, എൻ്റെ മോള് പോകുന്നത്. ദൈവമേ, എൻ്റെ മോക്ക് എന്തെങ്കിലും പറ്റുമോ, എൻ്റെ കുട്ടിക്കൊന്നും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി അന്നും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മാതാവ് നോക്കി നിൽക്കുകയായിരുന്നു. ആ മാതാവിനെയാണ് നിങ്ങൾ വേദനിപ്പിച്ചത്, അല്ലേ? അപ്പോൾ സംഭവിച്ചൊക്കെ സംഭവിച്ചു. ഇനി അതുണ്ടാവരുത്.
ഇനി അതുണ്ടാവരുത്. ഉറപ്പല്ലേ? നിങ്ങൾ തീരുമാനിച്ചു കൈ നോക്കിക്കേ. ആ, വളരെ സന്തോഷം. എന്തിനാ മൂന്ന് കാര്യങ്ങൾ? കണ്ണു വെള്ളം പൊട്ടിയോ? ആ, അപ്പോൾ ഞാൻ മറ്റുള്ളവരും കൂടി കേൾക്കാനാണ് പറയുന്നത്. ഇവിടെ കുട്ടികളുടെ ഉമ്മമാരായി വന്നവർ എന്നിലുണ്ട് എന്നറിയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഉമ്മാനെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ടീച്ചർമാരും മാഷന്മാരും ഉണ്ടാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അച്ഛനെയും അമ്മനെയൊക്കെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഞാൻ കുട്ടികളോടല്ല, ഇനി മുതിർന്നവരോട് പറയുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് നമ്മുടെ കൈവശം നഷ്ടപ്പെട്ടു പോയി. പഠിച്ചത് പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമായി പോയി. അങ്ങനെ ഈ കുട്ടികളാവരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് പഠനത്തിലൂടെ നമ്മൾ നേടുന്നത് സംസ്കാര സമ്പത്താണ്, സ്വഭാവ ഗുണമാണ്. അത് രണ്ടും എൻ്റെ കൈവശമുണ്ട്. ഞാനത് ഈ പഠനത്തിലൂടെ സ്വായത്തമാക്കിയിരിക്കുന്നു എന്ന് ഉറപ്പിക്കാൻ എൻ്റെ മക്കൾക്ക് കഴിയണം. കഴിയില്ലേ? തയ്യാറല്ലേ? മതി. ഈ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്, നിങ്ങളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഉപ്പാൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് നിങ്ങളോട് എല്ലാവരും. ഇത് ഒരു തലയാട്ടി, ഇപ്പോഴത്തെ ഒരു താൽക്കാലിക സമ്മതിക്കലാവരുത്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇതേപോലെ നിങ്ങൾ അധ്യാപകന്മാരെ പരിഹസിച്ചിട്ടില്ലേ? തമാശക്ക് ഞാൻ എൻ്റെ മാസ്റ്റർമാർ പരിഹസിച്ചിട്ടുണ്ട്. ആ ഓർമ്മയിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ആ ടീച്ചറോട് മാസ്റ്ററോട് ചെന്നിട്ട് പറയാം, മാസ്റ്റർ എങ്ങളെ ഞങ്ങൾ കളിയാക്കിയിട്ടുണ്ട്, തമാശാക്കിയിട്ടുണ്ട്, ഇങ്ങനെ ഞങ്ങളൊന്ന് പൊറുക്കണം എന്നൊന്ന് നാളെ ഒന്ന് ചെന്ന് പറഞ്ഞു നോക്കൂ. ആ മാസ്റ്റർക്ക് നിങ്ങളോട് സന്തോഷത്തരുന്നുള്ള നിങ്ങളെ കെട്ടിപ്പിടിക്കും. ആ ടീച്ചർ നിങ്ങൾ ആലിംഗനം ചെയ്യും. നിങ്ങളെ ഓർത്ത് ഈ ടീച്ചർ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഓർക്കും. എനിക്ക് ഓർമ്മ ഉണ്ട്, ഞാനങ്ങനെ പറഞ്ഞൊരു ടീച്ചർ എന്നെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. പിന്നെ ആ ടീച്ചറെ കണ്ടിട്ടില്ല. പക്ഷെ ആ ടീച്ചറിൻ്റെ ഫോൺ നമ്പർ വാങ്ങി എന്നെ വിളിച്ച് അന്ന് മൊയ്തീൻ പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട് എന്നെന്നോട് പറഞ്ഞു. ഞാൻ ആ ടീച്ചറെ കാണാൻ പോയപ്പോൾ ടീച്ചർ അവിടെ വേറെ ഇരുന്ന് പോയതുകൊണ്ട് ടീച്ചറെ കാണാനും പറ്റിയില്ല. കൊല്ലത്താണ്. അതേപോലെ അമ്മ സ്കൂളിൽ പോകുമ്പോൾ ഉമ്മാക്ക് അല്ലെങ്കിൽ അമ്മക്ക് ഒരു മുത്തം കൊടുത്തിട്ട് ഇങ്ങോട്ട് പോരണം. അപ്പോൾ അമ്മങ്ങൾ ഒന്നുകൂടി താണ്ടി ചെല്ലുമ്പോഴൊക്കെ നിങ്ങൾ ആലിംഗനം ചെയ്താൽ സ്വീകരിക്കുന്നത് സന്തോഷത്തിലായിരിക്കുന്നവരോ അവിടെ മനസ്സ് നിറയെ പ്രാർത്ഥനയുമായിട്ടാണ് നിങ്ങളെ യാത്രയാക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു സ്നേഹ സാമ്രാജ്യത്തിലെ നായകന്മാരായി നിങ്ങൾക്ക് മാറാൻ കഴിയേണ്ടതുണ്ട്. ഈ പഠനത്തിലൂടെ നമുക്ക് നേടേണ്ടത് അതാണ്. SSLCക്ക് ഫുൾ A+ കിട്ടിയ ആളുകൾ A+ ഹയർ സെക്കൻഡറിക്ക് എത്തുമ്പോൾ A+ എല്ലാം കുറയാറുണ്ട്. അപ്പം ഞാനൊക്കെ നേടി എന്നൊരു തോന്നലിൽ പിന്നെ പഠനമൊക്കെ ഉഴപ്പാണ്. നിങ്ങളൊന്നും നേടിയിട്ടില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവണം. അതുകൊണ്ട് ഇനിയും നേടാനുണ്ട്. അവിടെയൊക്കെ ഈ വിജയം പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇനി മാർക്ക് കുറഞ്ഞ ആരെങ്കിലും ഇവിടെ കുട്ടികളായിട്ടോ രക്ഷിതാക്കളോ നിങ്ങളുടെ മക്കളെ പോയി ചോദ്യം ചെയ്യൊന്നും വേണ്ട. ഒരു A+ കുറഞ്ഞെന്ന് എഴുതി കുട്ടികൾ മോശക്കാരൊന്നുമില്ല, ബുദ്ധിയും കുറവുണ്ടാവില്ല. ഒരു A+ കുറഞ്ഞാൽ അവൻ കുറച്ച് ബുദ്ധി കുറവുണ്ടെന്നൊന്നും ആരും ധരിക്കണ്ട. ഇതൊരു ഭാഗ്യപരീക്ഷണം കൂടിയാണ്. പഠിച്ചത് മുഴുവൻ ചോദ്യപേപ്പറിൽ വരുന്നില്ല. 1000 കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ 25 ചോദ്യം ഉണ്ടാവുള്ളൂ. 1000 കൂടി പഠിച്ചിട്ട് കുട്ടികൾ അധികം ആളുകളും വരാറുമില്ല. 1000 കാര്യം പഠിച്ചിട്ട് കുട്ടികൾ വരില്ല. ഒരു 100-100 പഠിക്കാത്തതുണ്ടാവും. പക്ഷെ പഠിച്ചെന്ന് ചോദ്യം വന്നു എന്നുള്ളത് അവരുടെ ഒരു ഭാഗ്യം കൂടിയാണ്. ഞാൻ 100 പഠിച്ചില്ല, 900 പഠിച്ചു. പക്ഷെ 25 ചോദ്യം വന്നതിന് 10 ചോദ്യം ഞാൻ പഠിക്കാത്ത 100 എനിക്ക് 4 A+ കുറയും. എന്നാൽ 700 പഠിച്ച ആൾക്ക് മുഴുവൻ ചോദ്യം വന്നു. 250 പഠിച്ചിട്ടില്ല, ഞാൻ 100 പഠിക്കാത്തുള്ളൂ. പക്ഷെ ഓൻക്ക് ഫുൾ A+ ആണ്. അതുകൊണ്ട് കുട്ടികളെ ശകാരിക്കാനോ അവർ മോശക്കാരാണെന്ന് ധരിക്കാനോ രക്ഷിതാക്കൾ പോകണ്ട. അതുകൊണ്ട് A+ കിട്ടുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. സംസ്കാര സമ്പന്നരായ ഒരു യുവനരെ, പ്രതിഭാശാലികളായിട്ടുള്ള ഒരു യുവനരെ നാളെ ഈ രാജ്യത്തെ സേവിക്കാൻ രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ കഴിയുന്ന പ്രതിഭാശാലികളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. ഞാൻ അധ്യാപകന്മാരോടും രക്ഷിതാക്കളോടും രക്ഷാകർതൃ സമിതിയോടും ഒരുപോലെ പറയുന്നു. അതിനുള്ള സാധ്യമാക്കാനുള്ള യജ്ഞത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്.